ഹാപ്പി ന്യൂ ഇയർ. ഈ കാണുന്ന ഞാൻ സൗത്ത് പാലം, നമുക്കെല്ലാവർക്കും അറിയാം കാസർഗോഡ് ജില്ല. ഈ കാണുന്ന ഞാൻ സൗത്ത് പാലം കേട്ടാ. ഇത് ഇവിടെ ഇപ്പോൾ വെള്ളം ആറി, വേനൽക്കാലാകുമ്പോൾ ഇത് വെള്ളം ആറി പിടിക്കും. വേനൽക്കാലാകുമ്പോൾ ഈ പാലം വെള്ളം ആറിന്. ഇനി വേനൽക്കാലമാവും, ഇനി 2 മാസം കഴിഞ്ഞാൽ വേനൽക്കാലം വരാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളമെല്ലാം പോയിട്ടുണ്ടാവും. 2 മാസം കഴിഞ്ഞാൽ വേനൽക്കാലം, ജനുവരി ഫെബ്രുവരി മാർച്ചിലേക്കും ഇനി ഈ വെള്ളമെല്ലാം ആറിലേക്കും. ഇപ്പോഴും കുറച്ചറി മാർച്ച് നമുക്ക് ഫുള്ളും വെള്ളമാറും വേനൽക്കാലത്ത്. ഞാൻ ശരിക്കും ഒരേസിൽ പോകുന്ന പ്ലാനാണുള്ളത്. പക്ഷെ ഈ ഇത് പരിചയപ്പെടാം നമുക്ക് കാണിച്ചു തന്നിട്ട് എന്നല്ലോ. പിന്നെ ആ കാണുന്ന ഞാൻ റെയിൽപ്പാലം, സൗത്ത് റെയിൽ പാലം ആ കാണുന്നത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ സൗത്ത് ഫുൾ കാണാം. ഒരു നേരം കാണുന്നില്ല, ക്ലിയർ ആയിട്ട് കാണാം കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ. പിന്നെ ഈ കാണുന്ന ഞാൻ സൗത്ത് സ്കൂള് പിള്ളേരെല്ലാം സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടാ. ഇതാടാ പിള്ളമാരെ സൈക്കിളെല്ലാം കണ്ടോ, സൗത്ത് സ്കൂള് പിള്ളമാരെയും കാണുന്നുണ്ട് സൗത്ത് സ്കൂള്. ഈ കാണുന്ന ഞാൻ സൗത്ത് സ്കൂള്. ഇതുവരെ അറിയില്ല, ഞാൻ പഠിച്ച സ്കൂളാണ്. 5 വരെ 10 വരെ പഠിച്ച സ്കൂളാണ് സൗത്ത്. 5 വരെ 10 വരെ പഠിച്ച സൗത്ത് കാരണം സൗത്ത് സ്കൂള് 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ്. കാണും ഇതാണ് പിള്ളമാരെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മതിലെല്ലാം പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഒറേസിൽ പോയിട്ട് ആവശ്യിക്കാം. അത് അവിടെ പിള്ളമാരെ കണ്ട അങ്ങാറുണ്ട് പിള്ളമാർ. ഇനി ഈ റെയിലിൽ കുടിച്ച കഥ പറയട്ടാ. റെയിൽ ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചർ, അറിയുക ഡേഞ്ചറാണ് ഈ റെയിൽ ഡേഞ്ചർ വെച്ചാൽ ഡേഞ്ചർ. അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു സൗത്ത് ഫുൾ കാണുമ്പോൾ ആ ഡേഞ്ചർ എപ്പോൾ എങ്ങനെ കാണുമ്പോൾ പറയാം. ട്രെയിൻ വരുന്ന സമയത്ത് ഒരിക്കലും ഈ ഭാഗത്ത് ഒരിക്കലും നിൽക്കാൻ പാടില്ല. ഏടുന്നായാലും ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരിക്കലും നിന്നൂടാ. നിന്നാൽ എന്താണെന്നറിയല്ലേ, ഫുള്ളും അപകടമല്ല ജീവൻ പോവും. ട്രെയിൻ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് ഒരിക്കലും നിന്നുക. ഇനി വേറെന്താ വെച്ചെങ്കിൽ വെറുതെ റെയിൽ കിടക്കാൻ, റെയിൽ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നെങ്കിൽ അങ്ങോട്ടേക്ക് മുറിച്ച് കിടക്കുന്നെങ്കിൽ റെയിൽ 2 ഭാഗത്തിൽ ട്രെയിൻ വരുന്നുണ്ടോ നോക്കണം. 2 ഭാഗത്തിന് ട്രെയിൻ വരുന്നുണ്ടോ നോക്കിയിട്ടാണ്. ട്രെയിൻ വരുന്നില്ലെങ്കിൽ വേഗം അപ്പുറത്തേക്ക് കിടക്കണം. ഇനി ട്രാക്കിൽ ഒരിക്കലും ഏത് സമയത്തായ ട്രാക്കിൽ ഇങ്ങനെ കളിക്കാൻ പാടില്ല. ഇതാണ് ഒരു അപകടം കേട്ടോ. ട്രാക്കിൽ കളിക്കാൻ പാടില്ല. ഈ അപകടം മനസ്സിലായ 2 ഭാഗത്തിൽ ട്രെയിൻ വരുന്ന നോക്കണം. എന്നിട്ട് വേണം കിടക്കാൻ. ട്രെയിൻ വരുന്നില്ലെങ്കിൽ വേണം കിടക്കാൻ. ഏതെങ്കിലും ഒരു ഭാഗത്ത് ട്രെയിൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, ട്രെയിൻ പോയിട്ട് കിടക്കുക. പിന്നെ ഒരു ട്രെയിൻ പോയിട്ട് കിടന്നാൽ മാത്രം പറ. അപ്പുറത്തെ ഭാഗത്തും ട്രെയിൻ വരുന്ന നോക്കണം. 2 ഭാഗത്തുനിന്ന് ഒരേ സമയത്ത് 2 ഭാഗത്തിന് ട്രെയിൻ വന്നാൽ കിടക്കാൻ അവിടെ നിൽക്കുക. 2 ഭാഗത്തിന് ട്രെയിൻ പോയിട്ട് വേണം കിടക്കാൻ. ഇനി ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ എങ്ങനെ വെച്ചാൽ ഫസ്റ്റ് ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ ഈ ഭാഗത്ത് നോക്കണം ട്രെയിൻ വരുന്നതുകൊണ്ട്. എന്നിട്ട് വേണം അപ്പുറത്തെ ഭാഗത്തിന് നോക്കാൻ കേട്ടോ. ഇന്നൊരിക്കലും ട്രെയിനിൽ അപകടം ആണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ റെയിലിൽ ആരും കളിക്കാൻ പാടില്ല. അപകടം പിടിക്കുന്ന സാധനം, വേഗം ജീവൻ ഒരു സാധനം റെയിൽ. അതുകൊണ്ട് റെയിലിലിട്ട് ആരും കളിക്കാൻ പാടില്ല. 2 ഭാഗത്തും ട്രെയിൻ വരുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരാം. റെയിൽ ക്രോസ് ചെയ്തിട്ട് ഇതായിട്ട് പിള്ളമാരല്ല. ഇനി നമുക്ക് നേരെ ഒറീസിൽ വിട്ടാലോ മതി. ഇവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് സൗത്ത് ഫുള്ള കാഴ്ചയെല്ലാം കണ്ട് നമുക്ക് നേരെ ഒറീസ് കാണുന്ന നിൽക്കൂട്ടാ. ബൈ.